ഹായ്, വെൽക്കം ടു പ്രൊപ് സ്കെയിൽ. അപ്പോൾ നോക്കൂ, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. കോർഡിനേഷൻ കോമ്പൗണ്ട്സ് അഥവാ ഉപസംയോജക സംയുക്തങ്ങൾ. ഉപസംയോജക സംയുക്തങ്ങൾ. ഈ ഒരു ടോപ്പിക്കിനകത്തെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു 10 ചോദ്യങ്ങളാണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കോർഡിനേഷൻ കോമ്പൗണ്ട്. വളരെ പ്രധാനപ്പെട്ട കെമിസ്ട്രിനകത്ത് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. അപ്പോൾ നോക്കി, എന്താണ് ഈ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ? ബൈ ഡെഫിനിഷൻ വേണമെങ്കിൽ നമുക്ക് പറയാം, ദോസ് കോമ്പൗണ്ട്സ് ദാറ്റ് retain its identity in solution as well as in solid state. സൊല്യൂഷൻ സ്റ്റേറ്റിലും അതുപോലെ തന്നെ സോളിഡ് സ്റ്റേറ്റിലും അതിൻ്റെ ഐഡന്റിറ്റി കീപ്പ് ചെയ്യുന്ന ആളുകളാണ്. അല്ലെങ്കിൽ ദാറ്റ് അണ്ടർഗോസ് പാർഷ്യൽ അയണൈസേഷൻ. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. നോക്കിയേ, K4 FeCN 6 times അല്ലേ? എന്താ ഇതിൻ്റെ പേര്? K പൊട്ടാസ്യം ആണ് അല്ലേ? ഏതൊരു കോർഡിനേഷൻ കോമ്പൗണ്ടിന് പേര് കൊടുക്കുന്ന സമയത്തും ആദ്യം നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത് കാറ്റോണിക് പാർട്ടിനെയാണ്. അപ്പോൾ മനസ്സിലാക്കാം, ഇതിനകത്ത് കാറ്റോണിക് പാർട്ടും ഉണ്ട്, ആനിയോണിക് പാർട്ടും ഉണ്ട്. ആദ്യം കാണുന്നതാണ് കാറ്റോണിക് പാർട്ട്. ആദ്യം കാണുന്നത് ആരെയാ? K4 അല്ലേ? അപ്പോൾ പൊട്ടാസ്യം അല്ലേ? പൊട്ടാസ്യം. ഓക്കെ, 4 നമ്മൾ മെൻഷൻ ചെയ്യേണ്ട കാര്യമല്ല, പൊട്ടാസ്യം. ദെൻ നമ്മൾ എൻ്റർ ചെയ്യുന്നത് ഈ ഒരു സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിലേക്കാണ് അല്ലേ? ഈ സ്ക്വയർ ബ്രാക്കറ്റിനെ പറയുന്ന പേരാണ് കോർഡിനേഷൻ സ്പിയർ. പുറത്തുള്ളതോ അയനൈസേഷൻ സ്പിയർ. അപ്പോൾ പൊട്ടാസ്യം നോക്കിയേ, ഈ സ്ക്വയർ ബ്രാക്കറ്റിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമുക്കൊരു മെറ്റലിനെ കാണാം. ഇവിടെ അയൺ ആണ് അല്ലേ? അയണിന് ചുറ്റും ആരുണ്ട്? CN, സയനൈഡ് ഉണ്ട് അല്ലേ? അപ്പോൾ പൊട്ടാസ്യം ഹെക്സാസയനോ. പൊട്ടാസ്യം ഹെക്സാസയനോ. ഓക്കെ, ഫെറേറ്റ്. ഫെറേറ്റ് എന്താ ഫെറേറ്റ് എന്ന് ചേർത്തത്? അയൺ ആണ് അല്ലേ? അയണിന്റെ ലാറ്റിൻ നെയിമാണ്, ലാറ്റിൻ നാമമാണ് ഫെറം. അപ്പൊ നോക്കിയേ, ഇതൊരു ആനിയോണിക് കോംപ്ലക്സ് ആണ്, അതുകൊണ്ടാണ് ഫെറേറ്റ് എന്ന് ചേർത്തത്. പൊട്ടാസ്യം ഹെക്സാസയനോ ഫെറേറ്റ്. ഇനി ഓക്സിഡേഷൻ നമ്പർ റോമൻ ലെറ്ററിൽ പാരാന്തസിസിനകത്ത് ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. പാരാന്തസിസ് എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ് ആണ്. അപ്പോൾ നോക്കി, എത്ര ഓക്സിഡേഷൻ നമ്പർ നോക്കി. ഇത് എങ്ങനെയാണ് അയനൈസ് ചെയ്യുക? 4K പ്ലസ് FeCN 6 times. നോക്കിയേ, എത്ര മൈനസാ? 4 മൈനസ് ചാർജ് അല്ലേ? ഇനി അയണിന്റെ ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയില്ല, X എന്നെടുത്തു. പ്ലസ് 6 സയനോ ഗ്രൂപ്പാണ്, ഒരെണ്ണത്തിന് -1. ടോട്ടൽ ചാർജ് -4. X ഈസ് ഈക്വൽ ടു -4 പ്ലസ് 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ആണ് അല്ലേ? അപ്പോൾ പേരെന്താണ്? പൊട്ടാസ്യം ഹെക്സാസയനോ ഫെറേറ്റ് സെക്കൻഡ്. പേര് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാണ്? ആദ്യമായിട്ട് നമ്മൾ കാറ്റോണിക് പാർട്ടിനെ മെൻഷൻ ചെയ്യണം. ദെൻ നമ്മൾ കോർഡിനേഷൻ സ്പിയറിനകത്തേക്ക് കടന്നാൽ ലിഗാൻഡുകളെ മെൻഷൻ ചെയ്യണം. ലിഗാൻഡുകളുടെ നമ്പർ നമുക്ക് ഡൈ, ട്രൈ, ടെട്രാ വേർഡ്സ് യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ റെപ്രസെന്റ് ചെയ്യാം. ലിഗാൻസ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് ചുറ്റും എന്താണ് അറേഞ്ച് ചെയ്തിരിക്കുന്ന ആറ്റങ്ങളാണ്, അല്ലെങ്കിൽ ആറ്റം ഗ്രൂപ്പുകളാണ്. അവരാണ് കോർഡിനേറ്റ് ബോണ്ട് ഉണ്ടാക്കുന്നത്. അപ്പൊ ലിഗാൻഡുകളെ നമുക്ക് ലൂയിസ് ബേസുകൾ എന്ന് വിളിക്കാം. അപ്പൊ സെൻട്രൽ മെറ്റൽ ആറ്റം ആരാണ്? ലൂയിസ് ആസിഡ് ആണെന്ന് പറയാം. ഓക്കെ, ലിഗാൻഡുകൾ ലോൺ പേഴ്സ് ഓഫ് ഇലക്ട്രോണിനെ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് കൊടുക്കുന്നു. സെൻട്രൽ മെറ്റൽ ആറ്റം എ പെയർ ഓഫ് ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നു. സെൻട്രൽ മെറ്റൽ ആറ്റവും ലിഗാൻഡും തമ്മിൽ ഒരു കോർഡിനേറ്റ് ബോണ്ട്. അപ്പൊ സെൻട്രൽ മെറ്റൽ ആറ്റം ലൂയിസ് ആസിഡ് ആണ്, ലിഗാൻഡുകൾ ലൂയിസ് ബേസുകളാണ്. ഓക്കെ, ലൂയിസ് ആസിഡും ലൂയിസ് ബേസും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ. ഇപ്പൊ പേര് കൊടുക്കാൻ നമ്മൾ പഠിച്ചു, ലിഗാൻഡുകളെ പരിചയപ്പെടുത്തി അല്ലേ? സെൻട്രൽ മെറ്റൽ ആറ്റത്തെ കണ്ടു. എന്താ കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ? എന്താണ്?
രണ്ടോ അതിലധികമോ സോൾട്ടുകൾ കമ്പൈൻ ചെയ്ത് ഫോം ചെയ്യുന്നതാണ്. ഡബിൾ സോൾട്ട് അല്ല. ദാറ്റ് അണ്ടർഗോസ് പാർഷ്യൽ അയണൈസേഷൻ. അപ്പൊ ഡബിൾ സോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് അണ്ടർഗോസ് കംപ്ലീറ്റ് അയണൈസേഷൻ. ഓക്കെ, അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ്? ദാറ്റ് അണ്ടർഗോസ് പാർഷ്യൽ അയണൈസേഷൻ that retain its identity in solution as well as in solid state. Okay, solution സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ കോർഡിനേഷൻ സ്പിയറിനകത്തുള്ള സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിലുള്ള ആളുകൾ ഒരു കാരണവശാലും പുറത്താവുന്നില്ല. ഓക്കെ, അപ്പൊ നോക്കി നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. എന്താണ് ഒന്നാമത്തെ ചോദ്യം? 2.675 ഗ്രാം ഭാരമുള്ള COCl3 6NH3 തന്മാത്രാ സൂത്രവാക്യത്തോടു കൂടിയ ഒരു ഉപസംയോജക സംയുക്ത ലായനിയിലൂടെ കാറ്റയോൺ എക്സ്ചേഞ്ചർ കടത്തിവിട്ടപ്പോൾ ലഭിച്ച ക്ലോറൈഡ് അയോൺ AgNO3 ലായനിയുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടപ്പോൾ 4.32 ഗ്രാം AgCl ലഭിച്ചെങ്കിൽ എടുത്തിരിക്കുന്ന കോംപ്ലക്സ് ഏതാണ്? അപ്പൊ കോംപ്ലക്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ? എന്തൊക്കെ ഇൻഫർമേഷനാണ് തന്നിരിക്കുന്നത്? നോക്കിയേ, കോംപ്ലക്സിന്റെ തന്മാത്രാ സൂത്രവാക്യം അല്ലേ, തന്മാത്രാ സൂത്രം തന്നിരിക്കുന്നു. എന്തൊക്കെയാ കോംപ്ലക്സിനകത്തുള്ളത്? ഒരു കൊബാൾട്ട് ഉണ്ട്, 3 ക്ലോറിൻ ആറ്റങ്ങളുണ്ട്, പിന്നെയോ 6 അമോണിയ മോളിക്യൂളുകളുണ്ട് അല്ലേ? ഇതിനകത്ത് ആരൊക്കെ കോർഡിനേഷൻ സ്പിയറിൽ, ആരൊക്കെ അയണൈസേഷൻ സ്പിയറിൽ എന്ന് കിട്ടിയാൽ വളരെ ഈസിയായി. അപ്പൊ നോക്കി, ഒന്നാമത്തെ ഓപ്ഷനിലേക്ക് വന്നാൽ 3 ആളുകളാണ് അയണൈസേഷൻ സ്പിയറിനകത്തുള്ളത്, 3 ക്ലോറിൻ ആറ്റങ്ങൾ അല്ലേ? Cl3 3 ആളല്ലേ പുറത്തുള്ളത്. അപ്പൊ ഇത് തരുന്നത് 3 Cl- അയോണുകളെ തരും. രണ്ടാമത്തതാണെങ്കിലോ നോക്കിയേ, 1 Cl- അയോണിനെ തരും. മൂന്നാമത്തതാണെങ്കിലോ Cl- അയോണുകളെ തരത്തേയില്ല. കാരണം നോക്കിയേ, ക്ലോറിൻ കോർഡിനേഷൻ സ്പിയറിനുള്ളിലാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു അല്ലേ? അയോണുകൾ, എവിടെയുള്ള അയോണുകൾ മാത്രമാണ് പുറത്തു വരുന്നത്? അയണൈസേഷൻ സ്പിയറിലുള്ള, കോർഡിനേഷൻ സ്പിയറിന് പുറത്തുള്ള ആളുകൾ മാത്രമാണ് അയോണുകളായിട്ട് എക്സിസ്റ്റ് ചെയ്യുക അല്ലേ? ഇനി നാലാമത്തെ ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ 2 Cl- അയോണുകളെ തരും. അപ്പൊ നോക്കിയേ, നമ്മൾ എടുത്തിരിക്കുന്നത് 2.675 ഗ്രാം ഭാരമുള്ളതാണ് അല്ലേ? ഭാരമുള്ള ലായനിയാണ്. അപ്പൊ നോക്കിയേ, ഇത് എത്ര മോൾ Cl- തരുന്നു അല്ലേ? അതായിരിക്കും എന്ത് ചെയ്യുക? AgCl ആയിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുക. 4.32 ഗ്രാം AgCl പ്രസിപ്പിറ്റേറ്റ് ചെയ്തിട്ടുണ്ട് AgNO3 ആഡ് ചെയ്തപ്പോൾ. അപ്പൊ നോക്കി, ഇവിടെ 4.32 ഗ്രാം AgCl അവശിപ്തപ്പെട്ടു അല്ലേ? അവശിപ്തം, ദാറ്റ് ഈസ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യിപ്പിച്ചു. അത് എത്ര മോൾ ആയിരിക്കും? എങ്ങനെയാ മോള് കണ്ടുപിടിക്കുക? ഗിവൺ മാസ് ഡിവൈഡ് ബൈ ഗ്രാം മോളിക്കുലർ മാസ് ആണ് അല്ലേ? അപ്പൊ നമ്പർ ഓഫ് മോൾസ് ഓഫ് AgCl precipitated is equal to, നോക്കിയേ, 4.32 ഗ്രാം ആണ് ഡിവൈഡ് ബൈ AgCl മോളാർ മാസ് എത്രയാണ്? AgCl നോക്കിയേ, Ag സിൽവർ 108 ആണ്, ക്ലോറിൻ 35.5 ആണ് അല്ലേ? അപ്പൊ 0.5 8 5 13 അല്ലേ? 143.5. നോക്കിയേ, 4.32 ഹരിക്കണം 143.5 എത്രയായിരിക്കും ആൻസർ? മുകളില് 2 ഡെസിമൽ പോയിന്റുകൾ അല്ലേ? താഴെയാണെങ്കിലോ 1 ഡെസിമൽ പോയിന്റ് ആണ്. നോക്കിയേ, വേണമെങ്കിൽ നമുക്കിതിനെ 432 × 10⁻² ഡിവൈഡഡ് ബൈ 143.5 എന്ന് എഴുതാലോ അല്ലേ? 432 എത്ര 143 ഉണ്ട്? ഏകദേശം 3 ഉണ്ടാവും അല്ലേ? 300 3 × 43 എത്രയാണ്? 120 9 ദാറ്റ് ഈസ് 139 അല്ലേ? അപ്പൊ നോക്കിയേ, 3 ആണ്. 3 × 10⁻² ദാറ്റ് ഈസ് ഈക്വൽ ടു 0.03 മോൾ, അപ്രോക്സിമേറ്റ്ലി 0.03 മോൾ
AgCl precipitate ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഇവിടെ 2.6A5 ഗ്രാം അല്ലേ, 2.6A5 ഗ്രാം COCl3 6NH3 ഈ കോംപ്ലക്സ് ആണുള്ളത്. ഇതിൻ്റെ തന്മാത്ര സൂത്രം മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ അല്ലേ. അതിൻ്റെ തന്മാത്ര എടുത്താൽ അതിനകത്ത് ആരൊക്കെ ഉണ്ടാവും എന്നൊരു ഇൻഫർമേഷൻ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ആരൊക്കെ അകത്ത് ആരൊക്കെ പുറത്ത് നിന്ന് കിട്ടിയിട്ടില്ലല്ലോ. അപ്പൊ നോക്കിയേ, ഇതിൻ്റെ തന്മാത്ര ഭാരം എത്രയായിരിക്കും? ഒരു കൊബാൾട്ട് അല്ലേ, കൊബാൾട്ടിൻ്റെ എത്രയാണ്? 59 ആണ്. പിന്നെയോ ക്ലോറിൻ 3 എണ്ണമാണ്. അപ്പോൾ 3 × 35.5 3 × 35.5 അല്ലേ, പ്ലസ് ആരാണ്? അമോണിയ മോളിക്യൂൾ 6 എണ്ണം, 6 × 17 അല്ലേ. നോക്കി 59 3 × 35.5 എന്ന് പറഞ്ഞാൽ അപ്പോൾ നോക്കൂ, 3 × 5 15 അല്ലേ, ബാക്കി ഒന്ന് 3 5 15 ഒന്നും 16 3 3 9 ഒന്നും 10 അല്ലേ. ഒരു ഡെസിമൽ പോയിന്റ് 106.5 6 × 17 എന്ന് പറയുമ്പോൾ 42 4 6 4 10 102 അല്ലേ. കൂട്ടിയാലോ, നോക്കിയേ 208 59 അല്ലേ, 267.5. ഓക്കെ, അപ്പോൾ നോക്കിയേ മോളാർ മാസ് എത്രയാണ്? മോളാർ മാസ് തന്മാത്രാ ഭാരം ഈസ് ഈക്വൽ ടു 267.5 ആണ്. തന്നിരിക്കുന്ന ഭാരം എത്രയാ? 2.6A5 ആണ്. അപ്പം നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 2.6A5 ഹരിക്കണം 267.5 അല്ലേ. വേണമെങ്കിൽ നമുക്ക് 267.5 × 10⁻² ഡിവൈഡ് ബൈ 267.5 എന്ന് എഴുതിക്കൂടെ. അപ്പം ആൻസർ എത്രയാ? 0.01 മോൾ അല്ലേ. അപ്പോൾ 0.01 മോൾ 0.03 മോൾ ക്ലോറിൻ തരുന്നു, Cl- തരുന്നു. അപ്പോൾ 1 മോൾ എത്ര തരും? 1 മോള് 3 മോൾ Cl- തരൂലേ. അപ്പോൾ നോക്കിയേ, ഇതിനകത്ത് ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാൽ നോക്കിയേ, K4FeCN6 ടൈംസ് എന്ന കോംപ്ലക്സിനെ കുറിച്ച് ശരിയായ പ്രസ്താവന ഏത്? K4FeCN6 ടൈംസ് നമ്മൾ നേരത്തെ കണ്ട കോംപ്ലക്സ് ആയിരുന്നു അല്ലേ. K4FeCN6 ടൈംസ് എന്തായിരുന്നു ഇതിൻ്റെ പേര്? പൊട്ടാസ്യം ഹെക്സാസയനോഫെറേറ്റ് സെക്കൻഡ് അല്ലേ. നോക്കി എങ്ങനെയാണ് അയനൈസ് ചെയ്യുക? 4K പ്ലസ് FeCN6 ടൈംസ് 4- ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിച്ചതാണ്. അയൺ എന്താണ്? 2+ സ്റ്റേറ്റിലാണ് അല്ലേ. അയൺ 2+ സ്റ്റേറ്റിലാണ്. അപ്പം അയൺ എന്ന് പറഞ്ഞാൽ നമ്പർ 26 അല്ലേ. എങ്ങനെയാണ് ഇലക്ട്രോണിക വിന്യാസം? നോക്കി, ആർഗൺ 3d6 4s2 ആയിരിക്കും. D6 Fe2+ എന്ന് പറയുമ്പോൾ D6 സിസ്റ്റമാണ് അല്ലേ. D6 സിസ്റ്റം എന്ന് പറയുമ്പോൾ നോക്കിയേ, സയനോ ഗ്രൂപ്പാണ്, സയനൈഡ് ആണ്, കാർബൺ കണ്ടെയ്നിങ് ലിഗാൻഡ് ആണ്, സ്ട്രോങ് ലിഗാൻഡ് ആണ്. അപ്പം എന്തായാലും പെയറിംഗ് നടക്കും അല്ലേ. പെയറിംഗ് നടന്നു കഴിഞ്ഞാൽ അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടാവില്ലല്ലോ. അൺപെയ്ഡ് ഇലക്ട്രോൺ ഇല്ല എങ്കിൽ ഡയാമാഗ്നറ്റിക് അല്ലേ. അപ്പോൾ നോക്കിയേ, പാരാമാഗ്നറ്റിക് എന്ന 2 ഓപ്ഷൻസ് നമ്മൾ കട്ട് ചെയ്തു മാറ്റുന്നു. നമ്മുടെ കോംപ്ലക്സ് ഡയാമാഗ്നറ്റിക് ആണ്. ഇനി ഇതിൻ്റെ ഹൈബ്രിഡൈസേഷൻ ഏതായിരിക്കും? Fe2+ എന്ന് പറയുമ്പോൾ 3d6 കോൺഫിഗറേഷൻ അല്ലേ. ഇപ്പം 3D D ഓർബിറ്റൽസ് 5 എണ്ണമാണ്, അതിൽ 3 എണ്ണം അല്ലേ ഇലക്ട്രോൺസ് ഓക്യുപ്പൈ ചെയ്യാൻ വേണ്ടതുള്ളൂ. ബാക്കി 2 എണ്ണം ഫ്രീ അല്ലേ. ആ 2 എണ്ണത്തിനകത്ത് വരുന്ന ലിഗാൻഡിന് ഇലക്ട്രോണിനെ കൊണ്ടുവയ്ക്കാലോ. അപ്പോൾ D2 ഈസ് അവൈലബിൾ. അപ്പോൾ D2sp3 ഹൈബ്രിഡൈസേഷൻ ഓപ്ഷൻ എ ആണ്. sp3 D2 വരുമോ? ഇല്ല. sp3 D2 എപ്പോഴാണ് വരിക? ലിഗാൻഡ്
വളരെ വീക്ക് ആണെങ്കിലാണ്. സ്പെക്ട്രോകെമിക്കൽ സീരീസ് പഠിച്ചില്ലായിരുന്നോ? ഐ ബോട്ട് സം കളർഫുൾ സീഡ്സ് ഫ്രം ഓഫീസ് കണ്ടെയ്നിങ് വാട്ടർ, നീന 8-9 ഇൻ ക്യാൻറ്റീൻ കോറിഡോർ. ഓർക്കുന്നില്ലേ കോഡ്? അപ്പൊ നോക്കി, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോയാൽ മൂന്നാമത്തെ ചോദ്യം എന്താണ്? K4MnCN6 ടൈംസ് എന്ന കോംപ്ലക്സിന്റെ ശരിയായ ഓക്സീകരണ അവസ്ഥ, ഉപസംയോജക സംഖ്യ, ഇലക്ട്രോണിക വിന്യാസം, കാന്തിക സ്വഭാവം, കാന്തിക അകൂർണം. മലയാളം വേർഡ് കാന്തിക അകൂർണം, മാഗ്നറ്റിക് മൂമെന്റ്. പഠിച്ചു വെച്ചേക്കണേ. ചിലപ്പോൾ എന്താണ് ചോദ്യപേപ്പറിനകത്ത് മാഗ്നറ്റിക് മൂമെന്റ് എന്നുണ്ടാവില്ല, കാന്തിക അകൂർണം എന്നൊക്കെ ആയിരിക്കും. എന്നിവ യഥാക്രമം. അപ്പൊ നമ്മൾ എന്തൊക്കെ കണ്ടുപിടിക്കണം? നോക്കി, ഈ തന്നിരിക്കുന്ന കോർഡിനേഷൻ കോമ്പൗണ്ടിനകത്തെ മെറ്റലിന്റെ ഓക്സീകരണാവസ്ഥ, ഉപസംയോജക സംഖ്യ കോർഡിനേഷൻ നമ്പർ, ഇലക്ട്രോണിക വിന്യാസം, കാന്തിക സ്വഭാവം, കാന്തിക അകൂർണം. അല്ലേ? ഒരു ക്വസ്റ്റ്യന് നമുക്ക് 1 മിനിറ്റേ ഉള്ളൂ. അപ്പൊ നോക്കി, ഇതെല്ലാം കണ്ടുപിടിക്കേണ്ട കാര്യമല്ല. നമുക്ക് എന്ത് ചെയ്യാം? ഓരോ ഓപ്ഷനെയും എലിമിനേറ്റ് ചെയ്തിട്ട് കറക്റ്റ് ആൻസറിലേക്ക് എത്താം. അപ്പൊ നോക്കി, നമ്മൾ ആദ്യം K4FeCN6 ടൈംസ്, FeCN6 ടൈംസ് പേര് കൊടുക്കാൻ നമ്മൾ പഠിച്ചതല്ലേ? എന്താ പേര്? പൊട്ടാസ്യം ഹെക്സാസയനോ. നോക്കി, Fe അല്ലായിരുന്നു അല്ലേ? എന്താണ്? Mn ആണ്, മാംഗനീസ് ആണ് അല്ലേ? പൊട്ടാസ്യം ഹെക്സാസയനോ മാംഗനേറ്റ്. കാരണം ഇതൊരു ആനയോണിക് കോംപ്ലക്സ് ആണ് അല്ലേ? എങ്ങനെ അയനൈസ് ചെയ്യുക? 4K പ്ലസ് MnCN6 ടൈംസ് 4- അല്ലേ? മാംഗനേറ്റ്. സെക്കൻഡ് ആയിരിക്കും ഓക്സിഡേഷൻ നമ്പർ. സംശയം ഉണ്ടോ? മാംഗനീസിന്റെ ഓക്സിഡേഷൻ നമ്പർ നമുക്ക് X എന്ന് എടുക്കാം. X പ്ലസ് 6 സയനോ ഗ്രൂപ്പാണ്, ഒരെണ്ണത്തിന്റെ ചാർജ് -1, ടോട്ടല് -4 അല്ലേ? അപ്പൊ നോക്കി, X minus 6 is equal to -4, X is equal to -4 plus 6, that is equal to 2. അപ്പൊ 2 ഓപ്ഷൻസ് കട്ട് ചെയ്യാലോ. എ എന്ന ഓപ്ഷനുമല്ല, ഡി എന്ന ഓപ്ഷനുമല്ല. റിമൈനിങ് ഓപ്ഷൻസ് ഉള്ളത് ബി അല്ലെങ്കിൽ സി. 2 ഓപ്ഷൻസിലേക്ക് ചുരുങ്ങി അല്ലേ? 50% ചാൻസ് ആണ്. അടുത്തത് ഉപസംയോജക സംഖ്യ. എന്താ ഉപസംയോജക സംഖ്യ എന്ന് പറഞ്ഞാൽ? കോർഡിനേഷൻ നമ്പർ ആണ്. സെൻട്രൽ മെറ്റൽ ആറ്റവുമായിട്ട് ലിഗാൻഡ് എത്ര കോർഡിനേറ്റ് ബോണ്ട് ഉണ്ടാക്കി എന്നതാണ് ഉപസംയോജക സംഖ്യ, കോർഡിനേഷൻ നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കി, മോണോഡെൻഡ്രൈൻ ലിഗാൻഡ് അല്ലേ? 6 എണ്ണം. ഇപ്പോൾ കോർഡിനേഷൻ നമ്പർ 6 ആണ്. വലിയ പ്രയോജനമൊന്നുമില്ല. നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ല. ബി എന്ന ഓപ്ഷനിലും സി എന്ന ഓപ്ഷനിലും സെയിം ആണ്. 6 അല്ലേ കോർഡിനേഷൻ നമ്പർ വരുന്നത്. ഇനി അടുത്തത് ഇലക്ട്രോണിക വിന്യാസത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നോക്കി, T2G4 Eg0, T2G5 Eg0, T2G and EGZ. ഓർക്കുന്നുണ്ടോ? നോക്കി, മെറ്റൽ ഫ്രീ മെറ്റലിന്റെ കേസിൽ ഡി ഓർബിറ്റൽസ് 5 എണ്ണായിരുന്നു അല്ലേ? ഏതൊക്കെയാ? DXY ഉണ്ട്, പിന്നെയോ DXZ ഉണ്ട്, പിന്നെ ഏതാണ്? DYZ. പിന്നെയുള്ള 2 ഓർബിറ്റൽസ് എന്ന് പറഞ്ഞാൽ DX² - Y² DZ². ഈ DXY, DXZ, DYZ ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഇൻ ബിറ്റ്വീൻ ദി ആക്സിസ് ആണ്. നമുക്കറിയാം ഡി ഓർബിറ്റലിന്റെ ഷേപ്പ് എന്താണ്? ഡബിൾ ഡംബൽ ആയിരുന്നു അല്ലേ? ഇൻ ബിറ്റ്വീൻ ദി ആക്സിസ് ആണ്. അതേ സമയത്ത് DX² - Y² DZ² എലോങ് ദി ആക്സിസ് കിടക്കുന്ന ഓർബിറ്റൽസ് ആണ് അല്ലേ? എലോങ് ദി ആക്സിസ് ആണ്, ഡബിൾ ഡംബൽ ഷേപ്പ്. ഒരു ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ഫോം ചെയ്യുമ്പോൾ ലിഗാൻഡ് അപ്രോച്ച് ചെയ്തതിലൂടെയാണ് എക്സ് വൈ സെഡ് അല്ലേ? ലിഗാൻഡ് അപ്രോച്ച് ചെയ്യുന്നത് അലോങ് ദി ആക്സിസ് ആണ്, അലോങ് ദി ആക്സിസ് ആണ്. ഓക്കെ, അപ്പൊ അലോങ് ദി ആക്സിസ് കിടക്കുന്ന ഡി ഓർബിറ്റൽസ് അവർക്കിടയിൽ എന്താണ്? അവരുടെ അടുത്തേക്കാണ് ലിഗാൻഡ്. ലിഗാൻഡ് എന്ന് പറയുന്നത് നമുക്കൊരു ഇലക്ട്രോൺ റിച്ച് സ്പീഷീസ് ആയിട്ട് കണക്കാക്കാം അല്ലേ? ലൂയിസ് ബേസുകളാണ് ലിഗാൻഡുകൾ എന്ന് പറഞ്ഞാൽ. ദേ ആർ ഏബിൾ ടു ഡൊണേറ്റ് എ പെയർ ഓഫ് ഇലക്ട്രോൺസ്. അപ്പൊ ലിഗാൻഡ് അപ്രോച്ച് ചെയ്യുമ്പോൾ
മെറ്റൽ ഡി ഓർബിറ്റലിനകത്തുള്ള ഇലക്ട്രോൺസിന് റിപ്പൽഷൻ അനുഭവപ്പെടും, ദാറ്റ് ഈസ് അൺസ്റ്റേബിൾ ആയിട്ട് മാറുന്നു, എനർജി കൂടുന്നു. അപ്പൊ നോക്കിയേ, ഏതൊക്കെ ഡി ഓർബിറ്റലിന്റെ എനർജി ആയിരിക്കും കൂടുക? നമ്മൾ പ്രതീക്ഷിക്കുന്നത് എല്ലാവരുടെയും കൂടും എന്നാണ്. എന്നാൽ എല്ലാവരുടെയും എനർജി കൂടില്ല. അലോങ് ദി ആക്സിസ് കിടക്കുന്ന ഓർബിറ്റലിന്റെ എനർജി കൂടുന്നു, അല്ലെ? അലോങ് ദി ആക്സിസ് ആരൊക്കെയാണ്? നോക്കിയേ, അലോങ് ദി ആക്സിസ് കിടക്കുന്നത് ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറും ഡി സെഡ് സ്ക്വയറുമാണ്. ഇൻ ബിറ്റ്വീൻ ദി ആക്സിസ് കിടക്കുന്നത് ആരൊക്കെയാ? ഡി എക്സ് സെഡ്, ഡി വൈ സെഡ്, ഡി എക്സ് വൈ, അല്ലേ? അപ്പൊ നോക്കിയേ, ഡീജനറേറ്റ് ആയിട്ട് കിടക്കുന്ന, ഡീജനറേറ്റ് എന്ന് പറഞ്ഞാൽ സെയിം എനർജിയോട് കിടക്കുന്ന ഡി ഓർബിറ്റല് സ്പ്ലിറ്റ് ആവുന്നു. ഡബ്ലി ഡീജനറേറ്റും ട്രിപ്ലി ഡീജനറേറ്റുമായിട്ട് മാറുന്നു. ട്രിപ്ലി ഡീജനറേറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് T2G. ഡബ്ലി ഡീജനറേറ്റിനെ വിളിക്കുന്ന പേരാണ് EG. E ആൻഡ് T2, ദാറ്റ് ഫോർ ടെട്രാഹെഡ്രൽ കോംപ്ലക്സ്. അവിടെ G ഉണ്ടാവില്ല, G ആബ്സെന്റ് ആണ്, അല്ലേ? കാരണം G സിമെട്രിയെ കാണിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നോക്കിയേ, E എന്ന് പറഞ്ഞാൽ ഡബ്ലി ഡീജനറേറ്റ്, T എന്ന് പറഞ്ഞാൽ ട്രിപ്ലി ഡീജനറേറ്റ്, അല്ലേ? ഈ സെന്ററിനെ നമ്മൾ ബാരി സെന്റർ എന്നൊക്കെ വിളിക്കും. ബാരി സെന്റർ, അല്ലേ? ഈ ബാരി സെന്ററിൽ നിന്നും എന്ത് ചെയ്യുന്നു? എത്ര എനർജിയാ കുറവ്? ദാറ്റ് ഈസ് 2/5 ഡെൽറ്റ O എനർജി കുറവ് T2G സെറ്റിന്. അതേ സമയത്ത് നോക്കിയേ, 3/5 ഡെൽറ്റ 0 കൂടുതൽ EG സെറ്റിന്. ടോട്ടൽ എന്തായിരിക്കും? ഡെൽറ്റ O ആണ്. ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ്, അല്ലേ? ഇൻ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സസ്. നോക്കി, ഇവിടെ Mn മാംഗനീസ് ആയിരുന്നു സെൻട്രൽ മെറ്റൽ എന്ന് പറയുന്നത്. മാംഗനീസിന്റെ അറ്റോമിക് നമ്പർ 25 ആണ്. ഇലക്ട്രോണിക വിന്യാസം വരുന്നത് ആർഗൺ 3d5 4s2, അല്ലേ? Mn2+ എന്ന് പറയുമ്പോൾ നോക്കി, അതൊരു D5 സിസ്റ്റം ആണ്. D5 സിസ്റ്റം 5 ഇലക്ട്രോണുകൾ ഡി ഓർബിറ്റലിനകത്ത് ഫില്ല് ചെയ്യുന്നു. എങ്ങനെയാണ് ഇലക്ട്രോണുകൾ ഫില്ല് ചെയ്യുക? 3 റൂളുകളുടെ ബേസിസിലായിരുന്നു, അല്ലേ? ഓഫ് ബാർ പ്രിൻസിപ്പിള്, പോളിഷ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, ഹൺസ് റൂൾ. അപ്പൊ നോക്കിയേ, ഏറ്റവും എനർജി കുറഞ്ഞ T2G സെറ്റിൽ ആദ്യം ഇലക്ട്രോൺ വരുന്നു. ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ സിംഗിളി ഓക്യുപ്പൈഡ് 1 2 3. ഓക്കെ, ദെൻ നോക്കിയേ, മുകളിലോട്ട് പോവോ? ഇല്ല. കാരണം എന്താ? എനർജി ഗ്യാപ്പ് വളരെ കൂടുതലാണ്. അപ്പൊ ഇവിടെ തന്നെ ഇലക്ട്രോൺ അങ്ങ് പെയർ ചെയ്യും, അല്ലേ? അപ്പൊ എന്ത് കിട്ടി? കോൺഫിഗറേഷൻ D5 സിസ്റ്റം എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് T2G5 EG0 കോൺഫിഗറേഷൻ ആയല്ലോ, അല്ലേ? ബി ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ T2G4 EG0. സി ഓപ്ഷനിലേക്ക് വന്നാൽ T2G5 EG0. അപ്പൊ ഏതാ റൈറ്റ് ആൻസർ? ഓപ്ഷൻ സി ആണ്. ബാക്കി നോക്കേണ്ട കാര്യമുണ്ടോ? അനുകാന്തികമാണ്. അനുകാന്തികം എന്ന് പറഞ്ഞാൽ പാരാമാഗ്നറ്റിസം, അല്ലെ? അൺപെയ്ഡ് ഇലക്ട്രോൺ ആണ് പാരാമാഗ്നറ്റിസം കാണിക്കുക. നോക്കി, ഒരു അൺപെയ്ഡ് ഇലക്ട്രോൺ ഇല്ലേ, അതിന്റെ സാന്നിധ്യം എന്ത് ക്രിയേറ്റ് ചെയ്യുന്നു? പാരാമാഗ്നറ്റിക് നേച്ചർ ക്രിയേറ്റ് ചെയ്യുന്നു. മാഗ്നറ്റിക് മൂവ്മെന്റ് എങ്ങനെയാ കണ്ടുപിടിക്കുക? കാന്തിക അകൂർണം, ദാറ്റ് ഈസ് mu is equal to √n into n+2 Bohr magneton, where n is the number of unpaired electron. Okay, unpaired electron 1 ആണ്. അപ്പോൾ 1 into 1 + 2, അല്ലേ? √3 വാല്യൂ അല്ലേ? 1.73. ഓക്കെ, അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വന്നാൽ, 4ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ അഷ്ടഫലകീയ പരൽ ക്ഷേത്രത്തിൽ CFSE 0 അല്ലേ? അഷ്ടഫലകീയ പരൽ ക്ഷേത്രത്തിൽ, ദാറ്റ് ഈസ് ഒക്ടാഹെഡ്രൽ ഫീൽഡിലാണ്, അല്ലേ? ഒക്ടാഹെഡ്രൽ ഫീൽഡിൽ നമ്മൾ പഠിച്ചു ഡി ഓർബിറ്റൽ എങ്ങനെയാണ് സ്പ്ലിറ്റ് ആവുന്നത്, അല്ലേ? ഡീജനറേറ്റ് ആയിട്ട് കിടക്കുന്ന 5 ഡി ഓർബിറ്റലുകൾ 2 സെറ്റുകളായിട്ട് മാറുന്നു. ട്രിപ്ലി ഡീജനറേറ്റ് 1ഉം അതുപോലെ തന്നെ ഡബ്ലി ഡീജനറേറ്റ് 1ഉമായിട്ട് മാറുന്നു. ഈ എനർജി ഗ്യാപ്പാണ് എന്താ? ഡെൽറ്റ O എന്ന് പറയുന്നത്, അല്ലേ? ഡെൽറ്റ O. ഓക്കെ, നോക്കി എത്ര കണ്ടാ കുറഞ്ഞത്? നോക്കി, 2/5 ഡെൽറ്റ O കുറയുന്നു ഓരോ ഓർബിറ്റലിനും. ഇവിടെയോ നോക്കി,
3/5 ഡെൽറ്റ ഒ കൂടുന്നു ഓരോ ഓർബിറ്റലിനും, അല്ലേ? അപ്പൊ നോക്കി ഈ CFSC എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? CFSC ഈസ് ഈക്വൽ ടു എന്താണ്? മൈനസ് കുറയാണ് അല്ലേ, മൈനസ് 2/5 NT2G അല്ലേ? എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ T2G സെറ്റ്സ് ഓഫ് ഓർബിറ്റൽ പ്ലസ് എന്താണ്? 3/5 എനർജി കൂടിയതാണ് ആർക്ക്? N ഇൻറ്റു EG സെറ്റ്സ് ഓഫ് ഓർബിറ്റൽ. N ഇൻറ്റു EG എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ EG സെറ്റ്സ് ഓഫ് ഓർബിറ്റൽ ഇൻറ്റു എന്താണ്? Δ0. ഓക്കെ, നോക്കി Cr3+ ഹൈ സ്പിൻ കോംപ്ലക്സ് ആണ് അല്ലേ? അവിടെ എന്താണ്? കൂടുതൽ നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട്, അതാണ് ഹൈ സ്പിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലോ സ്പിൻ എന്ന് പറഞ്ഞാലോ മാക്സിമം പെയറിംഗ് നടന്നിട്ടുണ്ട്, അൺപെയ്ഡ് ഇലക്ട്രോണിന്റെ എണ്ണം മിനിമം ആണ്. ഓക്കെ, ഇപ്പൊ Cr3+ നമുക്കറിയാം ക്രോമിയം എന്ന് പറയുമ്പോൾ 24 എക്സെപ്ഷൻ ആയിരുന്നു അല്ലേ? 3d5 4s1. ഇപ്പൊ ക്രോമിയം 3+ എന്ന് പറഞ്ഞാലോ, ക്രോമിയം 3+ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 3d3 സിസ്റ്റം ആണ്. 3d3 സിസ്റ്റം എന്ന് പറയുമ്പോൾ ഹൈ സ്പിൻ അല്ലേ? ഹൈ സ്പിൻ എന്ന് പറയുമ്പോൾ നോക്കിയേ എവിടെയാണ് ഇലക്ട്രോണുകൾ ഉണ്ടാവുക? ഇലക്ട്രോണുകളെല്ലാം എവിടെയായിരിക്കും? T2G സെറ്റിലാണ്. 1 2 3. അപ്പോൾ CFSC എത്രയാണ് വരിക? മൈനസ് 2/5 ഇൻറ്റു 3 അല്ലേ? നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ T2G സെറ്റ്സ് ഈസ് ഈക്വൽ ടു 3 ആണ്, പ്ലസ് 3/5 ഇൻറ്റു നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ EG സെറ്റ് എത്രയാണ്? 0 അല്ലേ? ഇൻറ്റു 0 ഇൻറ്റു Δ0 അല്ലേ? അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? മൈനസ് 6/5 Δ0 എന്ന് കിട്ടും. ഓക്കെ, ഇനി 2/5 തന്നെ എടുക്കണമെന്നില്ല. 2/5 എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് നോക്കിയേ 0.4 ആയിരിക്കും. 20/5 എന്ന് പറയുമ്പോൾ 4 അല്ലേ? 2ൽ 5 ഇല്ല, അപ്പോൾ 20ലേക്ക് മാറിക്കഴിഞ്ഞാൽ 0.4 അല്ലേ? 0.4 0.4 Δ0. ഇവിടെയാണെങ്കിൽ നോക്കിയേ 30/5 ദാറ്റ് ഈസ് 0.6 Δ0. നിങ്ങൾ DQയിലേക്ക് മാറുകയാണെങ്കിൽ 6DQ ആൻഡ് ഇവിടെയാണെങ്കിലോ 4DQ. ഓക്കെ, പല നൊട്ടേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എത്രയാണ് കിട്ടുക? മൈനസ് 6/5 Δ0. ഏറ്റവും കുറവല്ല 0 എവിടെയാണ് എന്നാണ് ചോദ്യം അല്ലേ? അപ്പോൾ നോക്കി ഓപ്ഷൻ എയിലല്ലേലോ. ഇനി കൊബാൾട്ട് 2+ലേക്ക് വന്നാലോ? കൊബാൾട്ട് 2+, കൊബാൾട്ട് എന്ന് പറയുമ്പോൾ അല്ലേ ഫീക്കോ ദാറ്റ് ഈസ് 27 ആണ് കൊബാൾട്ട്, ദാറ്റ് ഈസ് 3d7 4s2. കൊബാൾട്ട് 2+ ആണ് അല്ലേ? അപ്പോൾ 3d7 എന്ന് പറയുമ്പോൾ നോക്കിയേ 3d7 ലോ സ്പിൻ ആണ്, മാക്സിമം പെയറിംഗ് നടന്നിട്ടുണ്ട് അല്ലേ? 1 2 3 4 5 6 7 അല്ലേ? അപ്പോൾ ലോ സ്പിൻ എന്ന് പറയുമ്പോൾ ഒരു ഇലക്ട്രോണും കൂടെ ഇങ്ങോട്ട് വരും. അപ്പം എന്താണ്? 3d6 not 3d6 that is T2G6 T2G6 EG1 എന്നൊരു കോൺഫിഗറേഷൻ ആയിരിക്കും അല്ലേ? അവിടെയും എന്താണ്? ഒരു CFSC ഉണ്ടാവും, 0 ആയി പോവില്ല. 0 ആയി പോവണം എന്നുണ്ടെങ്കിൽ നോക്കിയേ പരസ്പരം ക്യാൻസൽ ചെയ്തു പോകണം. ഇനി Fe3+ എന്ന് പറഞ്ഞാലോ? Fe3+ അയൺ 26 ആണ് അല്ലേ? അയൺ 26 ആണ്. 26 എന്ന് പറയുമ്പോൾ 3d6 4s2. അപ്പോൾ നോക്കിയേ Fe3+ എന്ന് പറയുമ്പോൾ 3d5 ആണ്. 3d5 ലോ സ്പിൻ എന്ന് പറയുമ്പോൾ മാക്സിമം പെയറിംഗ് നടന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് നോക്കിയേ 1 2 3 4 5 അൺപെയ്ഡ് ഇലക്ട്രോൺ ഒന്ന് ഇവിടെ ഉണ്ട് അല്ലേ? മുകളിലാണെങ്കിൽ ഇലക്ട്രോൺ ഇല്ലതാനും. അപ്പോൾ നോക്കിയേ ഇനി Fe3+ ഹൈ സ്പിൻ എന്ന് പറഞ്ഞാലോ? ഹൈ സ്പിൻ എന്ന് പറയുമ്പോൾ നോക്കിയേ അവിടെ പെയറിംഗ് നടന്നിട്ടില്ല. അപ്പോൾ ഇലക്ട്രോണുകളുടെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയായിരിക്കും? ഹൈ സ്പിൻ ദാറ്റ് ഈസ് 1 2 3 4 5. അപ്പോൾ നോക്കി നിങ്ങൾ എങ്ങനെയാണ് CFSC കാൽക്കുലേറ്റ് ചെയ്യുന്നത്? CFSC ഈസ് ഈക്വൽ ടു മൈനസ് 2/5
എത്ര ഇലക്ട്രോൺസ് ആണ് T2G സെറ്റിലുള്ളത്? 3 അല്ലേ? പ്ലസ് എത്രയാണ് EG-യിലുള്ളത്? 3/5 ഇൻറ്റു 2 അല്ലേ? ഇത്രയും Δ0. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു -6/5 പ്ലസ് 6/5 Δ0. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ആൻസർ ഏതാ വരിക? ഓപ്ഷൻ ഡി ആണ്, Fe3 പ്ലസ് ഹൈ സ്പിൻ. ഇത് കംപ്ലീറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനൊന്നും പോകേണ്ട കാര്യമില്ല. 0 എന്ന് പറയുമ്പോൾ T2G-യിലും അതുപോലെ തന്നെ EG-യിലും എന്ത് വേണം? സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആയിരിക്കണം. ഓക്കെ, ഇനി അടുത്ത 5ാമത്തെ ചോദ്യത്തിലേക്ക് പോയാൽ വിറ്റാമിൻ B12 എന്ന ഉപസംയോജക സംയുക്തത്തിനകത്തെ ലോഹം വിറ്റാമിൻ B12 അല്ലേ, കൊബാലമീൻ എന്ന പേരിൽ അറിയപ്പെട്ടു അല്ലേ? അപ്പോൾ ഏതാ ആൻസർ വരിക? ഓപ്ഷൻ എ ആണ്, കൊബാൾട്ട് ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലേ? അപ്പോൾ നോക്കി അടുത്ത ചോദ്യത്തിലേക്ക് പോയാൽ Δ0 മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ താഴെ തന്നിരിക്കുന്ന ഉപസംയോജക സംയുക്തങ്ങൾ ക്രമീകരിക്കുക. അപ്പോൾ 3 കോർഡിനേഷൻ കോമ്പൗണ്ടുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവരെ എന്താണ്? ΔO മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കണം അല്ലേ? ΔO വാല്യൂ എന്താണ്? ഈ ΔO വാല്യൂ എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഇൻ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ആണ്. ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയായിരുന്നു? ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് നേച്ചർ ഓഫ് ലിഗാൻഡ് ആണ് അല്ലേ? ലിഗാൻഡ് സ്ട്രോങ് ആണെങ്കിൽ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് കൂടുതലായിരിക്കും. നമ്മൾ കണ്ടതാണ് കാർബൺ കണ്ടെയ്നിങ് ലിഗാൻഡ്സ് CO കാർബണിൽ ഗ്രൂപ്പിന്റെയും CNന്റെ ഒക്കെ പ്രസൻസിൽ ΔOന്റെ വാല്യൂ ഇൻക്രീസ് ആവുന്നത് അല്ലേ? മറ്റൊന്ന് എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പർ ആണ്. ഓക്സിഡേഷൻ നമ്പർ, സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ΔOന്റെ വാല്യൂം ഇൻക്രീസ് ആവുന്നു. മറ്റൊരെണ്ണം എന്ന് പറയുന്നത് ട്രാൻസിഷൻ സീരീസ് ഇൻ വിച്ച് മെറ്റൽ ആറ്റം ബിലോങ്സ്. അപ്പോൾ നോക്കിയേ, മെറ്റൽ ആറ്റം 3D സീരീസിൽ വരാം, അല്ലെങ്കിലോ 4Dയിൽ വരാം, അല്ലെങ്കിൽ 5Dയിൽ വരാം. അപ്പോൾ താഴോട്ട് വരുംതോറും ΔOന്റെ വാല്യൂ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ആവുന്നു. ഓക്കെ, ഇപ്പോൾ 3Dനേക്കാളും കൂടുതലായിരിക്കും 4D സീരീസിലുള്ള ഒരു മെറ്റലിൻ്റെ സെയിം കോംപ്ലക്സിനകത്തെ ΔO വാല്യൂ എന്ന് പറയുന്നത്. ഇനി മറ്റൊന്ന് ജോമെട്രിയാണ്. ജോമെട്രി നമ്മൾ പഠിച്ചിട്ടുണ്ട് ടെട്രാഹെഡ്രൽ കോംപ്ലക്സിനകത്ത് അല്ലേ? ടെട്രാഹെഡ്രൽ കോംപ്ലക്സിനകത്തുള്ള ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 4/9 ΔOന് ഈക്വൽ ആണ്. ഓക്കെ, Δt ഈസ് ഈക്വൽ ടു 4/9 ΔO. അപ്പോൾ ജോമെട്രിയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി പറയൂ, നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുമല്ലോ. നോക്കിയേ, ഫസ്റ്റ് വൺ FeH2O 6 times 2+ അല്ലേ? എന്താണ്? ഹെക്സ അക്വ അയൺ സെക്കൻഡ് ആണ്. ഫെറേറ്റ് എന്ന് വേണോ? വേണ്ട, ഇതൊരു കാറ്റയോണിക് കോംപ്ലക്സ് ആണ് അല്ലേ? അടുത്തത് വന്നാൽ നോക്കിയേ, ആരാണ് അല്ലേ? ഡൈസയനോ ടെട്രാ അക്വ അയൺ സെക്കൻഡ് ആയിരിക്കും അല്ലേ? അയൺ സെക്കൻഡ് ആണ്. അടുത്തത് എന്താണ്? ടെട്രാസയനോ ടെട്രാസയനോ എന്നായിരിക്കില്ല. അപ്പോൾ നോക്കൂ, ഇനി നമ്മുടെ ആൻസറിലേക്ക് വന്നാൽ നോക്കി, FeH2O 6 times 2+ എന്താ പേര്? ഹെക്സ അക്വ അയൺ സെക്കൻഡ് അയോൺ ആണ് അല്ലേ? ഫെറേറ്റ് എന്ന് വേണോ? വേണ്ട, ഇതെന്താണ്? ഒരു കാറ്റയോണിക് കോംപ്ലക്സ് ആണ്. അടുത്തത് FeCN 2 times H2O 4 times. അപ്പോൾ സയനോ ഗ്രൂപ്പും അതുപോലെ തന്നെ വാട്ടറുമാണ് ഇവിടുത്തെ ലിഗാൻഡ്. നേരത്തെ വാട്ടർ മാത്രമേ ഉള്ളായിരുന്നു. ഇതൊരു ഹെട്രോലെപ്റ്റിക് കോംപ്ലക്സ് ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലിഗാൻഡ് വന്നു അല്ലേ? അടുത്തതോ FeCN 4 times H2O 2 times. ഇതും എന്താണ്? ഒരു ഹെട്രോലെപ്റ്റിക് കോംപ്ലക്സ് ആണ് അല്ലേ? ഡിഫറെൻറ്റ് ലിഗാൻഡ്സ് വന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു നേച്ചർ ഓഫ് ദ ലിഗാൻഡ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ΔOനെ. CN വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലിഗാൻഡ് ആണ്. അപ്പോൾ CNന്റെ എണ്ണം കൂടുമ്പോൾ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എന്ത് ചെയ്യുന്നു? ΔOന്റെ വാല്യൂം ഇൻക്രീസ് ആവും. അപ്പം നോക്കിയേ, നിങ്ങൾ ഏതാ ആൻസർ വരുന്നത് അല്ലേ? ഏറ്റവും കൂടുതൽ ഉണ്ടാവുക നോക്കി മൂന്നാമത്തെ കോമ്പൗണ്ടിനകത്താണ്.
പിന്നെയോ പിന്നെ 2, പിന്നെ 1. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോയാൽ ഒരു മാച്ച് ദ ഫോളോയിങ് ആണ് അല്ലേ, ചേരുംപടി ചേർക്കുക. സിസ്പ്ലാറ്റിൻ നമ്മൾ നേരത്തെ കണ്ടതാണ്, ക്യാൻസർ ട്രീറ്റ്മെന്റിനൊക്കെ ഉപയോഗിക്കുന്നതാണ് അല്ലേ. സിസ്പ്ലാറ്റിൻ എന്തിനു വേണ്ടിയിട്ടായിരിക്കും? അധികമുള്ള കോപ്പറിന്റെ റിമൂവൽ, മാറ്റൽ അല്ലേ, അധികമുള്ള ഇരുമ്പിന്റെ റിമൂവൽ. ലെഡിന്റെ വിഷാംശം നോക്കിയേ, ട്യൂമേഴ്സ്. അപ്പോൾ ഏതാ വരിക? സിസ്പ്ലാറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് 4 ആണ് അല്ലേ. പിക്ക് കറസ്പോണ്ടിങ് ആയി 4. ആൻസറിലെത്തിയല്ലോ, ഓപ്ഷൻ ഡി ആണ്. പിക്ക് കറസ്പോണ്ടിങ് ആയി 4. ബാക്കിയൊന്നും നോക്കേണ്ട കാര്യമല്ല അല്ലേ. ഇ ഡി ടി എ നോക്കി, എഥിലീൻ ഡൈ അമീൻ ടെട്രാ അസറ്റിക് ആസിഡ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ചിലേറ്റിംഗ് ലിഗാൻഡ് ആയിരുന്നു. ഡെൻസിറ്റി 6 ആണ് അല്ലേ. ഹെക്സാഡെൻഡൈൽ ലിഗാൻഡ് ആണ്. ലെഡിന്റെ വിഷാംശം യുക്ക് കറസ്പോണ്ടിങ് ആയി 3. ആർ നോക്കിയേ, ഡിസ്ഫെറിയോക്സൈം എന്തിനു വേണ്ടിയിട്ടാണ്? ആറിന് കറസ്പോണ്ടിങ് ആയിട്ട് നോക്കിയേ 2 ആണ്, അധികമുള്ള ഇരുമ്പിന്റെ മാറ്റൽ. കോർഡിനേഷൻ കോമ്പൗണ്ടുകളുടെ മെഡിസിനൽ അപ്ലിക്കേഷൻസ് ആണ് അല്ലേ. മെഡിക്കൽ ഫീൽഡിലുള്ള കോർഡിനേഷൻ കോമ്പൗണ്ടുകളുടെ അപ്ലിക്കേഷൻസിനെ കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഡി പെൻസിലമീൻ എന്തിനു വേണ്ടിയിട്ടാണ്? അധികമുള്ള കോപ്പറിന്റെ മാറ്റൽ. സിസ്പ്ലാറ്റിൻ ഇതിലൂടെ തന്നെ എന്ത് ചെയ്യാം? നമുക്ക് ആൻസറിലേക്ക് എത്താം. ഓപ്ഷൻ ഡി ആണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോയാൽ നോക്കിയേ, ഏറ്റവും കുറവ് അനുകാന്തിക സ്വഭാവം കാണിക്കുന്ന ഉപസംയോജക സംയുക്തം. അനുകാന്തികം, ദാറ്റ് ഈസ് എന്താണ്? പാരാമാഗ്നറ്റിക് ആണ് അല്ലേ. പാരാമാഗ്നറ്റിക് സ്വഭാവം കാണിക്കണമെങ്കിൽ അൺപെയ്ഡ് ഇലക്ട്രോൺ വേണമല്ലോ. ഏറ്റവും കൂടുതൽ അൺപെയ്ഡ് ഇലക്ട്രോൺ എവിടെയാണെന്ന് നോക്കിയാൽ മതി അല്ലേ. ഇവരൊക്കെ എന്താണ്? ഒക്ടാഡൽ കോംപ്ലക്സുകളാണ്. CN ആണ് ലിഗാൻഡ്. സെൻട്രൽ മെറ്റൽ ആറ്റം മാത്രമേ മാറുന്നുള്ളൂ. അപ്പോൾ T2G ആൻഡ് EG സെറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടാവും ഡി ഓർബിറ്റൽ. T2G ലോവർ എനർജി ലെവലും EG എന്താണ്? ഹയർ എനർജി ലെവലും. ഒന്നാമത്തെ കോംപ്ലക്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഏറ്റവും കുറവ് പാരാമാഗ്നറ്റിക് നേച്ചർ കാണിക്കുന്നതാണ് അല്ലേ. അപ്പം അൺപെയ്ഡ് ഇലക്ട്രോൺ എവിടെയാണ് ഏറ്റവും കുറവ് നോക്കിയാൽ പോരെ. CN 6 times 3 minus. നോക്കിയേ, x minus 6 is equal to minus 3, x is equal to minus 3 plus 6, that is 3. എല്ലാത്തിനകത്തെയും സെൻട്രൽ മെറ്റലിൻ്റെ ഓക്സിഡേഷൻ നമ്പർ +3 ആയിരിക്കും. അപ്പോൾ നോക്കിയേ, ക്രോമിയം 3+, കൊബാൾട്ട് 3+, Fe 3+, Mn 3+, അല്ലേ. ക്രോമിയം 3+ എന്ന് പറയുമ്പോൾ ക്രോമിയം 24 ആയിരുന്നു അല്ലേ. D5 4s1 3 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ D3 ആണ് അല്ലേ. T2G3 3 അൺപെയ്ഡ് ഇലക്ട്രോണുകൾ ഉണ്ടാകും. കൊബാൾട്ടിലേക്ക് വന്നാൽ നോക്കിയേ, D7 ആയിരുന്നു അല്ലേ. 3 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ നോക്കിയേ, D7 4s2 4s 2 ഇലക്ട്രോൺ പോയി, D7 1 ഇലക്ട്രോൺ, അപ്പം D6 അല്ലേ. പെയർ ചെയ്യുന്ന സമയത്ത് നോക്കിയേ, T2G6 അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടോ? ഇല്ല, 0 അൺപെയ്ഡ് ഇലക്ട്രോൺ അല്ലേ. ഏറ്റവും കുറവ് കാണിക്കുന്നത് എവിടെയായിരിക്കും? 0 അൺപെയ്ഡ് ഇലക്ട്രോൺ വരുന്ന സ്ഥലത്തല്ലേ. 0ൽ കുറവുണ്ടാവും അൺപെയ്ഡ് ഇലക്ട്രോൺ ഇല്ല. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. സമയമുണ്ടെങ്കിൽ സിയും ഡിയും എന്ത് ചെയ്യുക? ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ഓക്കെ. ഇനി അടുത്തത് 9ാമത്തെ ചോദ്യം എന്താണ്? ഓപ്ഷൻസ് ഒന്നുമില്ല അല്ലേ. PTNH3 2 times ClNO2 എന്ന ഉപസംയോജക സംയുക്തത്തിൻ്റെ IUPAC നാമകരണം അല്ലേ. അപ്പോൾ നോക്കി, ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ കാറ്റോണിക് പാർട്ടിനെ മെൻഷൻ ചെയ്യണം. ദെൻ ആനിയോണിക് പാർട്ട് പലപ്പോഴും അതെന്തായിരിക്കും? കോർഡിനേഷൻ സ്പിയർ ആയിരിക്കും. കോർഡിനേഷൻ സ്പിയറിനകത്തേക്ക് കടന്നാൽ ആദ്യം ലിഗാൻഡുകൾ ആൽഫബറ്റിക് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക. പിന്നെയോ സെൻട്രൽ മെറ്റൽ ആറ്റം അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ റോമൻ ലെറ്ററിൽ പാരാന്തസിസിൽ എൻക്ലോസ് ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ നോക്കൂ, ഇവിടെ നമ്മൾ കാറ്റോണിക് പാർട്ടിനെ ഒന്നും കാണുന്നില്ല. അപ്പോൾ എന്താണ്? നമ്മുടെ കോർഡിനേഷൻ കോമ്പൗണ്ട് തന്നെയാണ്, കോർഡിനേഷൻ സ്പിയർ തന്നെയാണ് കാറ്റോണിക് പാർട്ട്. സ്പിയറിനകത്തേക്ക് കടന്നാൽ നോക്കി, ആരൊക്കെയാണ്? പ്ലാറ്റിനമാണ് അവിടുത്തെ സെൻട്രൽ മെറ്റൽ. നോക്കി, NH3 അമീൻ ഉണ്ട്, Cl ക്ലോറിഡോ ഉണ്ട്, NO2 ഒരു ആംബിഡെൻഡൈൻ ലിഗൻഡ് ആയിരുന്നു. ത്രൂ നൈട്രജൻ ആറ്റമാണ് ബോണ്ട് ഫോം ചെയ്യുന്നത് അല്ലേ. ഓക്സിജൻ ആറ്റം ആയിരുന്നെങ്കിൽ
ONO എന്നുണ്ടാവുമായിരുന്നു അല്ലേ? അപ്പോൾ നോക്കി എന്താ പേര് വരിക? നോക്കി ഡൈഅമീൻ, ക്ലോറിഡോ അല്ലേ? നെഗറ്റീവ്ലി ചാർജ്ഡ് കണ്ടെയ്നിങ് ലിഗാൻസ് അവരുടെ പേര് ഓയിൽ എൻഡ് ചെയ്യണം. ക്ലോറിഡോ, ഫ്ലൂറിഡോ അല്ലേ? ക്ലോറിഡോ എന്താണ്? നൈട്രിറ്റോ, ആംബിഡന്റ് ലിഗാൻഡ് ആയതുകൊണ്ട് N എന്ന് ചേർക്കണം അല്ലേ? ത്രൂ നൈട്രജൻ ആണ് ബോണ്ട് ഫോം ചെയ്യുന്നത്. ഡൈഅമീൻ, ക്ലോറിഡോ, നൈട്രിറ്റോ, N ആരാണ്? പ്ലാറ്റിനം. ഓക്സിഡേഷൻ നമ്പർ എത്രയായിരിക്കും? നോക്കി എക്സ് പ്ലസ് 1 ഇൻറ്റു -1, ക്ലോറിൻ -1 ആണ്, NO2 -1 ആണ് അല്ലേ? പ്ലസ് 1 ഇൻറ്റു -1 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് എക്സ് മൈനസ് 2 ഈസ് ഈക്വൽ ടു 0, എക്സ് ഈസ് ഈക്വൽ ടു 2. അപ്പോൾ പ്ലാറ്റിനം സെക്കൻഡ് പേരായല്ലോ. ഡൈഅമീൻ, ക്ലോറിഡോ, നൈട്രിറ്റോ, N പ്ലാറ്റിനം സെക്കൻഡ്. ഓക്കെ, ഒരു ന്യൂട്രൽ കോംപ്ലക്സ് ആണ്. ഇനി അടുത്തത് നോക്കിയേ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 10ാമത്തെ ചോദ്യം. ഏതെല്ലാം ഓർബിറ്റലുകൾ കൂടിച്ചേർന്നാണ് സമതലീയ ചതുരം എന്ന ആകൃതി കൈവരിക്കുന്നത്? സമതലീയ ചതുരം ഏതാണ് ഈ ഷേപ്പ്? ഏതാണ് ഈ ജോമെട്രി? സ്ക്വയർ പ്ലാനാർ ജോമെട്രി ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് DsP2 ഹൈബ്രിഡൈസേഷൻ ആണ് അല്ലേ? കോർഡിനേഷൻ നമ്പർ 4. മറ്റൊന്ന് sp3 ആയിരുന്നു. sp3 എന്ന് പറഞ്ഞാൽ ടെട്രാഹെഡ്രൽ ആണ് അല്ലേ? അപ്പൊ സ്ക്വയർ പ്ലാനാർ സമതലീയ ചതുരം രൂപീകരിക്കണമെങ്കിൽ എന്ന ആകൃതി കൈവരിക്കണമെങ്കിൽ DsP2 ഹൈബ്രിഡൈസേഷൻ ആണ്. ഒരു D ഓർബിറ്റൽ, ഒരു S, 2 P അല്ലേ? അപ്പൊ നോക്കിയേ, ഓപ്ഷൻ എ അല്ല, അവിടെ D ഓർബിറ്റൽ ഇല്ല. ഓപ്ഷൻ ബിക്ക് സാധ്യതയുണ്ട്, ഓപ്ഷൻ സിക്ക് സാധ്യതയുണ്ട്, ഓപ്ഷൻ ഡിക്കും സാധ്യതയുണ്ട് അല്ലേ? ഓപ്ഷൻ ബിയിലേക്ക് വന്നാൽ SPXPY, പിന്നെയോ DX² - Y². സിയിലേക്ക് വന്നാൽ PXPY അല്ലേ? ഡിയിലേക്ക് വന്നാലും PXPY. പിന്നെ ആകെ ഒരു വ്യത്യാസം D ഓർബിറ്റലിലെ വ്യത്യാസമാണ്. DsP2 ഹൈബ്രിഡൈസേഷൻ നമ്മൾ പഠിച്ചതാണ്. ഏത് D ഓർബിറ്റലാ? DX² - Y². ആൻസർ ഏതാ വരിക? ഓപ്ഷൻ ബി ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള 10 ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു. കോർഡിനേഷൻ കോമ്പൗണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1-2 ചോദ്യങ്ങൾ ഈ ഭാഗത്തു നിന്നും നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ.